കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം നീതിവൻ വിജയം വരിച്ച ഇടം അത് സാത്താന്യ വിഷമുള്ളൊടിഞ്ഞ ഇടം നിത്യരക്ഷാവേല തീർത്ത ഇടം അത് നിത്യത തൻ വീഥി തുറന്ന ഇടം ലോകപാപക്കടം തീർത്ത കൃപയിന്നിടം നീതിവൻ വിജയം വരിച്ച ഇടം അത് സാത്താന്യ വിഷമുള്ളൊടിഞ്ഞ ഇടം നിത്യരക്ഷാവേല തീർത്ത ഇടം അത് നിത്യത തൻ വീഥി തുറന്ന ഇടം ലോകപാപക്കടം തീർത്ത കൃപയിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിന് ശേഷം 24-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കാം. അവനെ അറിയാതവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യമെന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അവരുടെ മുഖം വാടിയിരുന്നു. വാടിയ മുഖത്തോടെ നിന്നു. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ആരാണ് തങ്ങളുടെ കൂടെ നടക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കണ്ണ് നിരോധിച്ചിരുന്നു. ക്ലെയോപ്പാവും മറ്റൊരു ശിഷ്യനും, ഒരുപക്ഷെ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ ആയിരിക്കാമെന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ക്ലെയോപ്പാവും ഭാര്യയും യെരൂശലേമിൽ നിന്ന് അവരുടെ സ്വന്തം വാസസ്ഥലം ഇരിക്കുന്നതായ എമ്മൗസിലേക്ക് അവർ യാത്ര ചെയ്യുകയായിരുന്നു. യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുണ്ട് എമ്മൗസിലേക്ക്. അപ്പോൾ നടന്നാണ് പോകുന്നത്. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. കണ്ണ് വേണ്ടതുപോലെ കാണാൻ പറ്റാതെ, ആരെയും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം നിരോധിച്ചിരുന്നു. അവരുടെ കൂടെ നടക്കുന്നത് യേശുവാണെന്ന് അവരറിഞ്ഞില്ല. അവരിതിനായി ഒരാൾ കൂടെ ചേർന്ന് നടക്കുന്നു. അപരിചിതനായ ഒരു മനുഷ്യൻ, ആരോ പരദേശികളുടെ ആരെങ്കിലും ആയിരിക്കും, അന്യനാട്ടുകാരെങ്കിലും ആയിരിക്കും. തിരിച്ചറിയാൻ പറ്റിയില്ല. യേശു ആണ് എന്നവർക്കറിയാൻ പറ്റിയില്ല. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവർ വാടിയ മുഖത്തോടെ നിന്ന്, നിങ്ങൾ എന്താ ഇതാ വാദിച്ചുകൊണ്ട് പോകുന്നത്, എന്താ തർക്കിക്കുന്നത്, എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ ഗൗരവമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നത് എന്ന് യേശു ചോദിച്ചു. അവർ കുറേ നേരം മിണ്ടാതിരുന്നു. വാടിയ മുഖത്തോടെ നിന്നു. മുഖത്ത് വാട്ടം, ഉള്ളിലോ വാട്ടമാണല്ലോ. അവർ വാടിയ മുഖത്തോടെ നിന്നു. കയ്യിൻ്റെ മുഖം വാടി,
ഹന്നയുടെ മുഖം വാടി, നെഹമ്യാവിൻ്റെ മുഖം വാടി. ദൈവത്തിന് സ്തോത്രം. മുഖം വാടിയ അനുഭവങ്ങൾ. ഇപ്പോഴിതാ ആ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെയും മുഖം വാടി. അവർ വാടിയ മുഖത്തോടെ നിന്നു. ഇന്ന് അനേകർ വാടിയ മുഖത്തോടെ നിൽക്കുന്നു, വാടിയ ഹൃദയത്തോടെ നിൽക്കുന്നു. ഈ നല്ല മാവിൻ്റെയും മറ്റും തളിരില അത് നല്ല മനോഹരമായി നല്ല നല്ല നിറപ്പകിട്ടോടെ നിൽക്കുന്നത് കാണുന്നത് കൗതുകമാണ്. എന്നാൽ ഒരു ഉഗ്രമായി വെയിൽ ഉദിച്ച് കഴിയുമ്പോഴേക്കും ആ മാവിൻ്റെ തളിരില അങ്ങ് വാടി താണ്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ ഭംഗി പോയി, അതിൻ്റെ സൗന്ദര്യം പോയി. നല്ല മനോഹരമായ ഒരു ഇലകളാണ്, കാണാൻ ചന്തമുള്ള ഇലകളാണ്, പക്ഷേ അതിൻ്റെ ഭംഗി പോയി. വാടിയ പൂക്കൾ, വാടിയ ഇലകൾ, വാടിയ ജീവിതം. നമ്മുടെ പലരുടെയും ജീവിതം വാടിയതാണ്. നിങ്ങൾക്ക് ധാരാളം കഥകൾ പറയാനുണ്ടാവില്ലേ, വാട്ടം എങ്ങനെയൊക്കെയാണ് വന്നതെന്ന്. എനിക്ക് ജീവിതത്തിൽ വാട്ടം എങ്ങനെയാണ് വന്നത്, എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിലെ വാട്ടം. നിങ്ങൾ തീർച്ചയായിട്ടും അനേകർക്ക് അനുഭവമുണ്ട്. വാടിയ മുഖം. അത് പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയും എൻ്റെ കാര്യം. സ്തോത്രം. ഞാൻ വാടിയ മുഖമുള്ളവനായിരുന്നു, മ്ലാനവതനായിരുന്നു. മനസ്സ് നിറയെ വേദനയും ഏകാന്തതയും തിങ്ങി നിൽക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഏകാന്തത, ബാല്യപ്രായമായി പറയുന്നത്, ബാല്യപ്രായം. ഒരു ബാലന് 5, 6, 7 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് എന്ത് വാട്ടം വരാനാണെന്ന് തോന്നും. പക്ഷേ എൻ്റെ ഹൃദയം വാടിയിരുന്നു. അപ്പൻ മരിച്ചതിന് ശേഷം എൻ്റെ ചേട്ടനും മരിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ശാപഗ്രസ്തമായ ഈ ഭവനത്തിൽ മുഖം വാടിയവനായി ഞാൻ ജീവിച്ചു, എൻ്റെ പെങ്ങൾ ജീവിച്ചു, എൻ്റെ അമ്മയും ജീവിച്ചു. മുഖം വാടിയവർ. മുഖത്തോട് മുഖം നോക്കാനല്ലാതെ വലിയ വർത്തമാനങ്ങളില്ല, ചിരിയില്ല, സന്തോഷമില്ല. പിന്നെ ഇരുണ്ടും വെളുത്തും അങ്ങനെ പോകുന്നു. ഇരുണ്ടും വെളുത്തും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം വീടിൻ്റെ ആണും തൂണുമായി അവൻ കടന്നുപോയി. അന്ന് എനിക്കൊരു വയസ്സേ പ്രായമുള്ളൂ, ഒന്നും ഓർമ്മയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, അപ്പൻ്റെ ഫോട്ടോ ഒന്നും എടുത്തു വെച്ചിരുന്നില്ലല്ലോ എന്ന്. അന്ന് ഈ ഫോട്ടോ സ്റ്റുഡിയോ ഒന്നും ഈ നാട്ടിലൊന്നും ഇല്ല. ഇതൊരു മലമ്പ്രദേശമായിരുന്നു, മലപ്രദേശം. അത് കാരണം ഇവിടെയെല്ലാം രാത്രി കുറുക്കം കൂന്ന ശബ്ദമൊക്കെ കേൾക്കാം. വലിയ ഒരു ഏകാന്തതയുള്ള പ്രദേശമായിരുന്നു ഈ പ്രദേശം മുഴുവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വാടിയ മുഖമായിരുന്നു. ഒരു പ്രത്യേക കാര്യം പറഞ്ഞാൽ അപ്പം മരിച്ചുപോയി, ശരി, എന്നാലും ജീവിച്ചു പോകുന്നുണ്ടല്ലോ. പ്രത്യേക കാര്യം പറഞ്ഞാൽ അങ്ങനെ വാട്ടം വരേണ്ട ആവശ്യമില്ലെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതാണല്ലോ. പക്ഷേ അതന്ന് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പലരുടെയും മുഖം വാടിയാണ് ഇരിക്കുന്നത്, മുഖം താണാണ് ഇരിക്കുന്നത്. അപകർഷതാബോധം, എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്ത, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത, എൻ്റെ വേദന കാണാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത, എനിക്ക് ഒരു സമാധാന വാക്ക് പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത, എൻ്റെ ജീവിതം തളർന്നും തകർന്നും പോയല്ലോ എന്നുള്ള ചിന്ത, എൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയല്ലോ എന്നുള്ള ചിന്ത, എനിക്കൊരു കൂമ്പില്ല, നാമ്പില്ല, ജീവിതത്തിൽ വളർച്ചയില്ല എന്നുള്ള ചിന്ത. അങ്ങനെ തളർന്നു പോയ എൻ്റെ ജീവിതം, എൻ്റെ മുഖം വാടിയിരുന്നു. ആ ജീവിതം പിന്നെ പുഷ്പിച്ചത്, ആ ജീവിതം എന്നെ തളിർത്തത്, അത് ഭാഗ്യവശാൽ കർത്താവിൻ്റെ തിരുവചനം കേട്ടപ്പോഴാണ്. തിരുവചനം, ഈ വചനത്തിൻ്റെ ശക്തി ഞാൻ ആസ്വദിച്ചു. വചനത്തിൻ്റെ ശക്തി, യേശുക്രിസ്തു സംസാരിക്കുന്നതായ വചനത്തിൻ്റെ ശക്തി. സ്തോത്രം. ഞാനിപ്പോഴും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരെയും കാണുന്നൊരു യേശു ഇല്ലേ? അദൃശ്യനായ യേശു, നമ്മളെല്ലാവരെയും കാണുന്നൊരു ദൈവം, എല്ലാവരെയും കാണുന്ന ദൈവം, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം, ആരോടും പരിഭവമില്ലാതെ, ആരോടും പരാതിയില്ലാതെ എല്ലാവരെയും കരുണയോടെ കാണുന്നൊരു ദൈവമില്ലേ? അന്ന് എനിക്കങ്ങ് ചിന്തയുണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കും, ചടങ്ങ് പോലെ നമസ്കാരമുണ്ട്. ഞാൻ ഓർക്കുന്നു, അന്ന് എന്ത് ചിട്ടയായിരുന്നു പള്ളിയിൽ പോകുന്നത്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, എന്നും രാവിലെയും വൈകുന്നേരം നമസ്കാരം ചൊല്ലുന്നു, കുമ്പിട്ട് നമസ്കരിക്കുന്നു, കൗമാകളെല്ലാം എത്തിക്കുന്നു, എല്ലാം എന്ത് ചിട്ടപ്പെട്ട ജീവിതമായിരുന്നു അത്. ഞങ്ങളുടെ ഈ വീടുകൾ, ഞങ്ങളുടെ സ്വന്തപ്പെട്ട വീടുകളിലെല്ലാം തന്നെ എങ്ങനെയായിരുന്നു. ഇവിടെ ഈ പ്രദേശത്തുള്ള പല വീടുകളും എങ്ങനെയായിരുന്നു? ചിട്ടപ്പെട്ട ജീവിതം. പ്രകടമായി വേണ്ട നേരത്തിന് പോകില്ല, ആരോട് കലഹിക്കാൻ പോകുന്നില്ല, ആരോട് വഴക്കടിക്കാൻ പോകുന്നില്ല, അവനവൻ്റെ കാര്യം നോക്കി, കൃഷിയും കാര്യങ്ങളും നോക്കി അങ്ങനെ ജീവിക്കുന്ന ഒരു ഇടത്തരം ജീവിതം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏകാഗിയായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആളും പേരില്ലെന്നുള്ളത് മാത്രമല്ല,
എൻ്റെ ഹൃദയത്തിൽ ഏകാന്തത ഞാൻ അനുഭവിച്ചിരുന്നു. ഹൃദയത്തിൽ ഏകാന്തത വളരെ വളരെ വലിയ പ്രയാസമാണിത്, ഏകാന്തത എന്ന് പറയുന്നത്. ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത, ആരും കൂടെ ഇല്ലല്ലോ എന്നുള്ള ചിന്ത, എൻ്റെ വേദന കാണാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത, ആരും എന്നോട് സഹതപിക്കാനില്ലല്ലോ എന്നുള്ള ചിന്ത, എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയല്ലോ എന്നുള്ള ചിന്ത. ഇങ്ങനെയുള്ള നിരാശയുടെ യാതനയിൽപ്പെട്ട് ഉഴലുന്ന അനേകം ഹൃദയങ്ങളുണ്ടെന്നും നിങ്ങളിന്ന് കേൾക്കുന്നവരിലുമുണ്ട്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം. ഈ അപകർഷതാബോധത്തിന് അടിമപ്പെട്ട് ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന അനേകരുടെ ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ സ്നേഹത്തോടൊരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപകർഷതകൾ മാറ്റുന്ന, ഉത്കർഷം തരുന്ന കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. എല്ലാ അപകർഷതയും മാറ്റും, എല്ലാം. ക്രിസ്തു വചനമായി നമ്മുടെ ഹൃദയത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങൾ മാറും, ഹൃദയത്തിൻ്റെ വരൾച്ചകൾ മാറും, ഹൃദയത്തിൻ്റെ തിങ്ങുന്ന വേദനകൾ മാറും. യേശു അകത്ത് വരുമ്പോൾ അവിടെ പുഞ്ചിരിയാണ്, അകത്ത് പ്രസാദമാണ്, അകത്ത് പ്രസന്നതയാണ്, ജീവിതം സന്തോഷഭരിതമായി തീരുകയാണ്. യേശു അകത്ത് വരിക. നിങ്ങൾ ഒരു ചിന്തിച്ചുള്ളൂ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ നീ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ, നീ അല്ലേ ഇത് എനിക്ക് തരുന്ന ഉപദേശം. കർത്താവേ അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവേ എനിക്ക് ഇന്നു മുതൽ മുഖം വാട്ടം മാറിയവനായി എനിക്ക് എഴുന്നേറ്റ് പോകണം. എൻ്റെ ഹൃദയത്തിൻ്റെ മ്ലാനത മാറിയവനായി എനിക്ക് എഴുന്നേറ്റ് പോകണം. എൻ്റെ മ്ലാനത മുഴുവൻ മാറ്റുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മ്ലാനത പയ്യെ പയ്യെ മാറി മാറി വരുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ മുഖം വാടിയിരിക്കുന്നു. സ്തോത്രം. അനേകം സ്ത്രീകൾ മുഖം വാടിയാണ് ഇരിക്കുന്നത്. കാരണം ഇന്ന് ഈ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താണാവോ, മദ്യപിച്ച് കൂത്താടി വരുന്ന ഭർത്താവിൻ്റെ മർദ്ദനേൽക്കാനാണോ ഒരു വിധി? എന്തു ചെയ്യും? അപ്പനില്ല, അമ്മയില്ല, ആങ്ങളമാരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തു ചെയ്യും? ഈ ഭർത്താവിൻ്റെ അടിയും കൊണ്ടുകൊണ്ട് എന്നും ജീവിക്കുക. പാവം പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിക്കുന്ന അപ്പന്മാർ. മദ്യപിച്ച് കഴിയുമ്പോൾ സുബോധം പോയി. ഒരു കുഞ്ഞിൻ്റെ കൈ ചവിട്ടി ഒടിക്കുന്ന അപ്പന്മാർ, പിഞ്ചോമന കുഞ്ഞിൻ്റെ കൈ ചവിട്ടി ഒടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് കരയുന്നത് കേട്ട് കുഞ്ഞ് കരയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടു വന്ന് ഇതിനെപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും എന്ന് പറഞ്ഞ അപ്പന്മാരുള്ള ലോകം. കരയാതിരിക്കാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുന്നു. കുഞ്ഞ് ചത്തുപോവില്ലേ, അവിടെ മരവിച്ചിരുന്ന് പോവില്ലേ? ഇങ്ങനെയുള്ള നിഷ്കണ്ടകന്മാരായ അനേകം ആളുകളുണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ സാധു സ്ത്രീയെക്കുറിച്ചൊരു അനുകമ്പയുമില്ലാത്തതിനായി പോകുന്നു. എല്ലാ ഭർത്താക്കന്മാരും അല്ലേ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ പലരും സന്തോഷമായി ജീവിക്കുന്നതായിരിക്കും. പക്ഷേ അനേകം സ്ത്രീകൾ വാസ്തവത്തിൽ ദുരിതത്തിൻ്റെ തീരാക്കയത്തിൽപ്പെട്ട് ഉഴലുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവും ഭാര്യയും അവർ നടന്നു പോകുമ്പോൾ ഗൗരവമായി സംസാരിച്ചുകൂടാണ് പോകുന്നത്, കൂട്ടിയും കഴിച്ചും സംസാരിക്കുകയാണ്. അവർ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കൂടെ നടന്ന നാളുകളെക്കുറിച്ച്, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് അവർ പ്രത്യാശ വെച്ചിരുന്നതായ കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്നുള്ള വേദന, ഇതെല്ലാമായിട്ട് അവർ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. യേശുക്രിസ്തു വന്നപ്പോൾ അവരുടെ പ്രതീക്ഷ റോമൻ സർക്കാരിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യഹൂദ ജാതിയെ മോചിപ്പിക്കുമെന്നാണ്. യഹൂദ ജനതയെ റോമൻ സീസർമാരുടെ ഭീകരമായ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കും, നാടിന് ഒരു സ്വാതന്ത്ര്യം കിട്ടും, വിമോചനം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ യേശുക്രിസ്തു നിന്ദിതനായി ന്യായസ്ഥലത്ത് നിൽക്കുന്നതും വീണ്ടും കയ്യാഫാവിൻ്റെ കോടതിയിലും, ഹന്നായുടെ കോടതിയിലും, ഹെരോദാവിൻ്റെ കോടതിയിലും, പീലാത്തോസിൻ്റെ കോടതിയിലും വിസ്തരിക്കപ്പെടുന്നതും, 3 പ്രാവശ്യം പീലാത്തോസിൻ്റെ കോടതിയിൽ വിസ്തരിക്കപ്പെടുന്നതും എല്ലാം കണ്ടപ്പോൾ, നിസ്സഹായനായി നിൽക്കുന്ന യേശുവിനെ അവർ കണ്ടപ്പോൾ ഓർത്ത് കഷ്ടം, ഈ യേശുവിൻ്റെ കൂടെ നടന്നത് നഷ്ടമായി പോയല്ലോ. യേശു ഭാരമേറിയ കുരിശും ചുമന്ന് വേച്ച് വീണും പിന്നെയും എഴുന്നേറ്റും അങ്ങനെ ആ ഗോകുൽത്ത മലയിലേക്ക് കയറി പോകുമ്പോൾ അവരോർത്തു, നാം പ്രതീക്ഷിച്ചതുപോലല്ലോ അത് കാര്യം, വെറുതെ 3.5 വർഷം കളഞ്ഞുപോയല്ലോ. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് നമ്മുടെ ജീവിതം കളഞ്ഞുപോയല്ലോ, കഷ്ടമായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് അവരെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നിരാശയോട്ടിരിക്കുന്ന ആളുകളുണ്ട്.
കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയതിൽ ആകുലപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, നമ്മുടെ പ്രത്യാശകൾ മങ്ങി, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി, സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി. അങ്ങനെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. വലിയ വലിയ പ്രതീക്ഷയോടെ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് തകരുന്നു. വലിയ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചു, ആ വിവാഹബന്ധം ഒലയുന്നു. വലിയ പ്രതീക്ഷയോടെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു, പക്ഷേ ആ കുഞ്ഞിനെ കിട്ടിയില്ല. ആ കുഞ്ഞ് ഗർഭത്തിൽ തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ച ആളുകൾ, പ്രത്യാശ നശിച്ചായ ആളുകൾ, ആഗ്രഹിച്ച കിട്ടാതെ വിഷമിച്ച് മനസ്സ് കേണുകൊണ്ടിരിക്കുന്നതായ ആളുകൾ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും. അപ്പോഴാണ് ഒരാൾ കൂടെ ചേർന്ന് വരുന്നു, യാത്രക്കാരുടെ കൂട്ടത്തിൽ. ഇവർ രണ്ടുപേരും യാത്ര ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ, അപരിചിതനായ ഒരാൾ കൂടെ നടക്കുന്നു. ആ ആൾ തിരിച്ചറിയാൻ വയ്യാതോണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. സാക്ഷാൽ യേശുക്രിസ്തുവാണ് കൂടെ നടക്കുന്നത്. അതവർക്ക് മനസ്സിലായില്ല, കാരണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ആകുലഭാരങ്ങൾ ഹൃദയത്തിൽ ഏറിയേറി വരുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോകും, കാണേണ്ടതുപോലെ കാണുകയില്ല. ദുഃഖങ്ങൾ ജീവിതത്തിൽ തിങ്ങി വരുമ്പോൾ, ആപത്തുകളുടെ മുൻപിൽ പതറി ഉഴലുമ്പോൾ കാഴ്ചകൾ നമുക്ക് ശരിയായി കിട്ടുകയില്ല, വേണ്ടതുപോലെ കാണാൻ പറ്റുകയില്ല. ആധിയും വ്യാധിയുമായി വലയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചശക്തി മങ്ങിപ്പോയതുപോലെ തോന്നും. ദൈവത്തിന് സ്തോത്രം. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അപ്പോൾ നാം വായിക്കുന്നതാണ്, അദ്ദേഹം ചോദിച്ചു, ഈ വന്നയാൾ ചോദിച്ചു, യേശുക്രിസ്തു ചോദിച്ചു, അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യമെന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അവർ ഈ ചോദ്യം കേട്ടപ്പോൾ അവിടെ അങ്ങ് നിന്നു. ഒരാൾ, അപരിചിതനായൊരു മനുഷ്യൻ, യാത്രക്കാരൻ കൂടെ വന്നിരിക്കുന്നു. നിങ്ങളെന്താ ഈ വഴി നടന്ന് തർക്കിക്കുന്നത്? നിങ്ങളെന്താണ് വലിയ വാഗ്വാദത്തോടെ പോകുന്നത്? എന്താ വിഷയം എന്താ എന്ന് ചോദിച്ചു. കർത്താവിനറിയാമല്ലോ എന്താ തർക്കിക്കുന്നത്, കർത്താവിനറിയാമല്ലോ. പക്ഷേ കർത്താവ് അവരുടെ ആ വിഷമതയിൽ കർത്താവ് കടന്നിയെല്ലാനൊരു പഴുതു നോക്കുകയാണ്. അവരുടെ ആ യാതനയിലെ കടന്നിയെല്ലാൻ കർത്താവ് ഒരു പഴുതു നോക്കുകയാണ്. എന്ത് വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? വലിയ വാഗ്വാദത്തോടെ ഇങ്ങനെ പറയുന്നത് എന്താ? എന്തോ ഒരു പുതിയ കാര്യം പറയുന്ന പോലെ. ഉടനെ അവർ പറഞ്ഞു, അടുത്ത വാക്യം, ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. നീ പരദേശിയാണോ? ഈ നാളിൽ ഈ യെരുശലേമിൽ എന്താ സംഭവിച്ചത് നീ അറിഞ്ഞില്ലേ? ഈ നാട് ഇളകിപ്പോയൊരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? നീ അറിഞ്ഞില്ലേ? ഈ നാടാകെ ഇളകി, എല്ലാവരും അങ്ങ് വല്ലാതെ വിഷാദത്തിലായവരുണ്ട്, മനോഭാരത്തിലായവരുണ്ട്, സന്തോഷിച്ചവരുണ്ട്. ഒരു വലിയൊരു സംഭവം ഇവിടെ നാട്ടിൽ നടന്നത് അറിഞ്ഞില്ലേ? ഈ നാട്ടിൽ സംഭവിച്ചത് നീ അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഏത് എന്നവൻ അവരോട് ചോദിച്ചതിന്, ഏത് കാര്യം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഏത് കാര്യമാണ് സംസാരിക്കുന്നത്? കർത്താവ് അവരുടെ ഉള്ളിങ്ങനെ പയ്യെ ചകഞ്ഞെടുക്കാൻ നോക്കുക. ഏത് കാര്യം, ഏതാണ് നിങ്ങൾ സംസാരിച്ചത്? പറയൂ. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് ആ യേശുവിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. യേശുവിൻ്റെ നീ കേട്ടിട്ടില്ലേ അങ്ങനെ യേശുവിനെ കുറിച്ച്? ആ യേശുവിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ വിഷയമാണ്. സ്തോത്രം. ഒരു മർമ്മം പറഞ്ഞു തരാം. യേശുവിൻ്റെ വിഷയം സംസാരിച്ചാൽ യേശു അവിടെ വരും. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ വാഗ്വാദത്തിനൊന്നും മുതിരാതെ, ലോകകാര്യങ്ങൾ പറഞ്ഞ് രസിച്ചിരിക്കാതെ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഇരുന്ന് മറ്റാരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞ് സമയം കളയാതെ യേശുവിൻ്റെ കാര്യം പറയൂ. യേശു അവിടെ വരും. യേശുവിൻ്റെ കാര്യം ആര് പറയുന്നുവോ അവിടെ യേശു വരും. യേശുവിൻ്റെ കാര്യം പറയുമ്പോഴേക്കും യേശു അവിടെ എത്തിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതാണ് അനേകം കുടുംബങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. എന്താണ്? യേശുവിന് ഇടം കൊടുക്കുന്ന വീടുകളിൽ യേശുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് യേശു അപ്പോൾ അവിടെ വരികയാണ്. എപ്പോഴെല്ലാം യേശുവിൻ്റെ കാര്യം പറയുന്നുവോ അപ്പോൾ യേശു അവിടെ വരും. നിങ്ങൾ മനസ്സിൽ വിഷാദിച്ച് ആകുലപ്പെട്ട് നിങ്ങൾ ഇരിക്കാതെ നിങ്ങൾ യേശുവിൻ്റെ കാര്യം പറയൂ. തിരുവചനം പറയൂ. വചനത്തിൽ ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറയൂ. അല്ല, നമുക്ക് വായിച്ച് നോക്കാം, ഇന്ന ഭാഗം എടുക്കൂ, വായിക്കുന്നു വേദവസ്തം വായിക്കുമ്പോൾ അപ്പോൾ അവിടെ യേശു വന്നു കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ടാണ് ഈ വചന സൂക്ഷിയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നീ പറയുന്നത്. യേശുവിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വേറൊരു കാര്യം പറയുന്നില്ല. നമുക്ക് ലോകകാര്യങ്ങളൊന്നും പറയാനില്ല താനും. അതിന് പറയാനുള്ള അറിവുമില്ല നമുക്ക്, അല്ലേ? നമുക്ക് എന്ത് അറിവാണുള്ളത്? ഈ സയൻസിൻ്റെ അത്ഭുത കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വല്ല അറിവുണ്ടോ? അറിവില്ല.
പക്ഷേ നമുക്ക് യേശുവിൻ്റെ കാര്യം പറയാം. എനിക്ക് യേശു ഒരു ആശ്വാസം തന്നു കേട്ടോ, പറയാം. എനിക്കൊരു സമാധാനം തന്നു കേട്ടോ, പറയാം. എൻ്റെ മനസ്സ് ഉഷ്ണിച്ചിരുന്നപ്പോൾ യേശു എൻ്റെ മനസ്സിലേക്ക് കുളിർമയുള്ള ജലം ഒഴിക്കുന്നത് പോലെ എനിക്കൊരു കുളിർമ കിട്ടി കേട്ടോ, പറയാം. ഞാൻ ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു കേട്ടോ, നമുക്ക് പറയാം. ഇങ്ങനെ നിങ്ങൾ യേശുവിൻ്റെ കാര്യം സംസാരിക്കുക, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് പറയുക, യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറയുക, യേശുവിൻ്റെ വിശുദ്ധന്മാരെക്കുറിച്ച് പറയുക. സ്തോത്രം. അതെല്ലാം പറയാം. യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറയാം. അവർ കുറ്റമല്ല. അവർ പറഞ്ഞ വാക്കുകളിലുണ്ടായ ആ നവചൈതന്യം, അവരുടെ ഒരു നോട്ടത്തിൽ കിട്ടിയതായ അത്ഭുതമായൊരു സ്നേഹത്തിൻ്റെ സ്പർശനം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവമക്കളുമായിട്ട് ഇടപെടുന്നത് ഒരു വലിയൊരു സൗന്ദര്യവും ആസ്വാദ്യനുമായ അനുഭവമാണ് എന്ന് നാം മറ്റുള്ളവർ പറയണം. അപ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീ അറിഞ്ഞില്ലേ അങ്ങനെ ഒരു പ്രവാചകൻ, യേശു എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടില്ലേ? ചോദിക്കുകയാണ്. ഈ നാളിൽ നീ ദൈവത്തിനും സകലജനത്തിനും പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസ്രായനായ യേശു. അപ്പോൾ യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞത് സത്യമാണ് കേട്ടോ. അവർ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ പറയേണ്ടത് അവർ പറഞ്ഞു. എന്താണ്? ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശു. ആ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു, സർവ്വജനത്തിന് മുൻപാകെ ദൈവത്തിന് മുൻപാകെയും. എന്തൊരു സാക്ഷ്യമാണ്! 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർ കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ സാക്ഷ്യം പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ സാക്ഷ്യം പറയേണ്ടത്. നമുക്ക് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സാക്ഷ്യം പറയേണ്ടത്. യേശുക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു, യേശുക്രിസ്തു എന്നോട് എങ്ങനെ ഇടപെട്ടു, യേശുക്രിസ്തു എനിക്ക് എങ്ങനെയാണ് സമാധാനം തന്നത്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു, എൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ യേശു എന്നിൽ അത്ഭുതം പ്രവർത്തിച്ചു, എനിക്കൊരു പ്രത്യാശ തന്നു, എനിക്ക് ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് തന്നു, എൻ്റെ ഭയവും ഭീതിയെല്ലാം മാറിപ്പോയി, എൻ്റെ ആകുലചിന്തകളെല്ലാം മാറിപ്പോയി, എനിക്ക് യേശു ഒരു സമാധാനം തന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വൈര്യം തന്നു, ഞങ്ങളുടെ കുടുംബത്തിലെ വഴക്കും പിണക്കവും കലഹവും എല്ലാം മാറിപ്പോയി, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമാണ്. ഇതാണ് സാക്ഷ്യം പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ പറയുകയാണ്, ദൈവത്തിനും സകലജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അടുത്ത വാക്യം. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്കായി ഏൽപ്പിച്ച് ക്രൂശിച്ചു. സങ്കടത്തോടെ പറയുകയാണ്. കാര്യം ശക്തിയുള്ള പ്രവാചകനായിരുന്നു, പക്ഷേ എന്ത് ഫലം? നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളൊക്കെ അവനെതിരായിപ്പോയി. കാര്യം നല്ല കാര്യമായി. യേശു പറഞ്ഞ് നടന്നപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ വളരെ വർണ്ണാതീതമായ കാര്യങ്ങളാണ്. പക്ഷെ എന്ത് ഈ ഫലം? ഈ ഞങ്ങളുടെ പള്ളിപ്രമാണിമാർ യേശുവിനെ നിന്ദിച്ചു, യേശുവിനെ ശത്രുവായിട്ട് കണ്ടു. കാര്യം ഞങ്ങൾക്ക് സങ്കടമുണ്ട്. എന്ത് ചെയ്യാം? ഞങ്ങളുടെ യെരൂശലേം ദേവാലയത്തിലുള്ള മഹാപുരോഹിതന്മാരും ശാസ്ത്രികളും പരീശന്മാരും എല്ലാം യേശുവിനെ ശത്രുവായി കണ്ടു. സ്തോത്രം. എന്താണ് പറയുന്നത്? നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ റോമർ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ അവസാന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇടവിടാതെ ഞാൻ ക്രൂശിക്കപ്പെടുന്നു, ഇടവിടാതെ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ച ഭാഗം റോമർ ലേഖന 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. എന്നും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ക്രൂശിച്ചാൽ തീർന്നു. ഇതങ്ങനെയല്ല. ഇത് ദൈവമക്കളെ എന്നും ക്രൂശിച്ചുകൊണ്ടിരിക്കുക. ഓരോ അവസരങ്ങളിലും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ ക്രൂശിക്കുന്നു, ദൈവമക്കളെക്കുറിച്ച് ചീത്ത പറയുകയോ ചീത്ത എഴുതുകയോ ചെയ്യുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. ഒന്ന് കൊന്നാൽ തീർന്നില്ല. എന്നും ഈ പ്രമാണിമാരും മഹാപുരോഹിതന്മാരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു. ഇടവിടാതെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഈ പ്രമാണിമാരും മഹാപുരോഹിതന്മാരും ഇടവിടാതെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ മക്കളെ. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു. പിന്നെ അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. എന്നും ഭീഷണിയാണ്. അറുക്കും, കൊല്ലും, താണ്ട് കൊല്ലും, അടുത്ത കൽപ്പന വരുന്നു. എന്നും ഭീഷണി. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾ എന്നും ഭീഷണിയുടെ മുൾമുനയിലാണ്. ഭീഷണിയുടെ മുൾമുന സത്യവിശ്വാസികൾ.
എന്നും അവർ തിരസ്കരിക്കപ്പെടുന്നു, അവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമോ നിങ്ങൾക്ക്? അവരെ സൈഡ് ട്രാക്ക് ചെയ്യുന്നു, അവർ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുന്നു, അവരെ കൂട്ടത്തിൽ കൂട്ടുകയില്ല, അവരെ പുറംകൊള്ളിയാക്കി മാറ്റുന്നു, അവരെ അപമാനിക്കുന്നു, പലതരത്തിൽ അവരെ ഉപദ്രവിക്കുന്നു, ഇല്ലാത്തതെല്ലാം അവരെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം അന്ന് നസ്രായനായ യേശു അനുഭവിച്ചത് തന്നെ അവൻ്റെ അനുയായികൾക്ക് എല്ലാ കാലത്തും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കർത്താവായ യേശു അന്നത്തെ യെരൂശലേം ദേവാലയത്തിലെ പള്ളിപ്രമാണികരിൽ നിന്നും മഹാപുരോഹിതന്മാരിൽ നേരിട്ടതായ പരിഹാസവും ആക്ഷേപവും നിന്ദയും അഥവാ കുരിശും ഇതെല്ലാം അവൻ്റെ പിന്നാലെ വന്ന അനുയായികൾക്കും അതെല്ലാം കിട്ടുന്നുണ്ട്. അനുയായികൾക്കും ഇത് തന്നെയാണ് കിട്ടുന്നത്. അത് വരുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഇതെൻ്റെ കർത്താവിന് കിട്ടിയതാണിതെന്ന് ഓർത്തുകൊള്ളണം. എൻ്റെ യേശുവിന് കിട്ടിയതാണിത്. എനിക്ക് ഇപ്പോൾ വരുന്നതായ പരിഹാസം, ഞാൻ ഏൽക്കുന്നതായ ആക്ഷേപം, ഞാൻ ഏൽക്കുന്നതായ ഈ നിന്ന്, ഞാൻ ഏൽക്കുന്നതായ ഈ യാതന, എൻ്റെ ദൈവമേ ഇത് എൻ്റെ യേശുവിന് നിന്ന് കിട്ടിയതാണ്. അതിനെ പിന്തുടർച്ച അതിൻ്റെ മക്കൾക്കും തന്നെ അനുയായികൾക്ക് കിട്ടുകയാണ്. അങ്ങനെ ഓർക്കണം. അപ്പോൾ നമുക്ക് സന്തോഷമാകും. ആ സന്തോഷം നമുക്ക് വരുമ്പോഴാണ് ശത്രുവിൻ്റെ തല താഴുന്നത്, ശത്രുവിൻ്റെ മുനി ഒടിയും. ദൈവത്തിന് സ്തോത്രം. നാം അതുകൊണ്ട് ഭീരുക്കളായാലോ, അയ്യോ എന്നെ എന്നും ഭീഷണിപ്പെടുത്തുന്നു, ആ കൂട്ടായ്മ പോകരുതെന്ന് പറയുന്നു, അവിടെ പോയാൽ നിങ്ങളുടെ പള്ളി ആവശ്യം നടത്തരില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനു പേടിക്കുന്നത്? എന്തെങ്കിലും പള്ളി ആവശ്യം നടക്കാത്തതുകൊണ്ട് ഒരു വിശുദ്ധൻ സ്വർഗ്ഗത്തിൽ പോകില്ല എന്ന് വരുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ. അപ്പോസ്തലന്മാർ വളരെ കഠിനമായി യാതനയേറ്റ്, അവർ പീഡയേറ്റ് വലഞ്ഞ് ചിലരെ കാട്ടിലേക്ക് മൃഗങ്ങൾക്കിരയായി കൊടുത്തു, ചിലരെ കൊന്ന് കടലിൽ തള്ളി. അവരെ ആരെങ്കിലും സംസ്കാരം ചെയ്യാനുണ്ടായിരുന്നോ? അവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നായിരുന്നോ? ആരെങ്കിലും പ്രാർത്ഥിച്ച് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയിരുന്നോ? എന്തിന് ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ? അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. വ്യക്തമായ ധാരണ. ഞാൻ ആരുടെ പിന്നാലെ പോകുന്നു? ആരോടാണ് ഞാനൊരു വാക്ക് പറഞ്ഞത്? ആരാണ് എന്നോടൊരു വാക്ക് പറഞ്ഞത്? അദൃശ്യനായ ക്രിസ്തു എന്നെ കണ്ടിരിക്കുന്നു, അവൻ എന്നെ വിളിച്ചിരിക്കുന്നു, അവൻ എൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, അവൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, അവൻ എൻ്റെ അരമുറുക്കിയിരിക്കുന്നു, അവൻ എൻ്റെ നാഥനായ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, എൻ്റെ ആകുലങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തിരിക്കുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തിരിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ അവൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ അവൻ്റെ വകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നാൽ ഭയത്തിന് ആവശ്യമില്ല. സന്തോഷത്തോടെ ദൈവത്തെ നിങ്ങൾക്ക് ആനന്ദത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. സ്തോത്രം. രക്ഷക ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യവിശ്വാസം ഉറപ്പിച്ചു തരുന്ന കൃപയ്ക്കായി സ്തോത്രം. അന്ധവിശ്വാസങ്ങളിൽ നിങ്ങൾ വിടുവിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അബദ്ധാചാരങ്ങളിൽ നിങ്ങൾ മോചിപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അപ്പോൾ ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഇത് രക്തത്താൽ നിൻ്റെ മക്കളെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അഭിഷേകത്താൽ ഈ മക്കളെ അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളിലും നിറയ്ക്കണമേ, പുതിയ ജീവിതത്തിനുള്ളതായ കരുത്ത് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.